അതെന്നെ പിടിച്ചു. ഇപ്പോൾ എനിക്ക് ഹലോ പറഞ്ഞാന്ന് തോന്നുന്നു. കണ്ടോ കണ്ടോ അവിടെ ഇപ്പോൾ ഒരു പിന്നെ അതിൻ്റെ പേര് കാനഡ ഡക്സ് എന്നാണ് പറഞ്ഞത്. കാനഡ ഗൂസ്. അതിന് മക്കൾ ഒരു 7-8 മക്കളുണ്ടായിരുന്നു. അവർ പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു. ഇതുവരെ ഇങ്ങനെ നടന്നു പോകുന്നത്. ഇന്ന് അവരതിൻ്റെ ഇന്ന് ഒരാളെ ഞാൻ അതിനകത്ത് കാണുന്നുള്ളൂ, കുഞ്ഞിനെ. ബാക്കി അവരവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അതോ ഇനി വേറെ പേരാണോ എന്നെനിക്കറിയില്ല. ഏതായാലും ഒരു കുഞ്ഞിനെ മാത്രമേ ഇപ്പോൾ അവരുടെ അടുത്തായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതും അത്ര പിന്നെ ചെറുതാണ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാളും ചെറിയ കുഞ്ഞിനെ ഞാൻ കാണുന്നത്. ഇത് ഇത് ഇവിടെ കണ്ടോണേ. കണ്ടോ, അതിൻ്റെ അകത്ത് ഇറങ്ങിപ്പോവാണ്. ഇതെല്ലാം ഇറങ്ങിപ്പോയി. കണ്ടോ കുഞ്ഞുങ്ങളെ കണ്ടോ. അതിനെ കുറച്ച് കൂടെ രോമങ്ങളൊക്കെ വന്ന്, രോമമല്ല, അതിന് തൂവൽ ഫെതേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അത് നോക്കി. കണ്ടോ രണ്ട് കുഞ്ഞുങ്ങളെ ഇപ്പോൾ കാണാം. മറ്റേതെല്ലാം വിരിഞ്ഞു എന്തോ ഒന്നും എനിക്കറിയത്തില്ല. 2 എണ്ണത്തിനെയാണ് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ക്യാമറയിൽ അത് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാണാൻ വിചാരിക്കുന്നത്. ഒരെണ്ണം പതുക്കെ ഇറങ്ങിയത് വെള്ളത്തിലേക്ക്. 2 അല്ല 3 എണ്ണത്തിനെ എനിക്കിപ്പോൾ കാണാം. 3 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടത് 3 കുഞ്ഞുങ്ങളായിരുന്നു. അതിനകത്ത് 2 മുട്ടയുണ്ടായിരുന്നു. അതോ ഇനി മുട്ട വിരിഞ്ഞതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇന്ന് അതിനെ കാണുന്നില്ല. കണ്ടോ കുഞ്ഞുങ്ങൾ എത്ര കൂട്ടാൻ നോക്കിയാൽ കുഞ്ഞുങ്ങൾ തള്ളയുടെ കൂടെ പോകുന്നുണ്ടോ. കണ്ടോ കാക്ക റാഞ്ചാൻ വന്നവേ. കേട്ടോ കാക്ക വന്ന് റാഞ്ചാനായിട്ട് പറന്നു വന്നു. അന്നേരം അതൊരു ശബ്ദം പുറപ്പെടുവിച്ചു. കണ്ട കാക്ക അവരെ റാഞ്ചിക്കൊണ്ട് പോകാനായിട്ട് വന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഒത്തിരി പിന്നെ ശത്രുക്കളുമുണ്ട്. നോക്കി എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ കുഞ്ഞ് വിളിക്കുന്നുണ്ടോ. ഒരു ടെക് നമ്മളെ നിലത്ത് ഇതടിക്കുന്ന പോലെയാണ് അത് വിളിക്കുന്നത്. കണ്ടോ ഇതാണ് കുഞ്ഞുങ്ങളെ. എത്ര മനോഹരമാണെന്ന് കണ്ടോ കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോൾ അമ്മയുടെ അടുത്തേക്ക് 3 പേരും കൂടെ വന്നു. 3 പേരും വെള്ളത്തിലുണ്ട്. അവർ വന്ന് അവരെ വിളിച്ചുകൊണ്ടാണ് പോണത്. കണ്ടോ അത് അവർ പുറത്തോട്ടിറങ്ങിയപ്പോഴേ കാക്ക നോക്കിയിരിക്കുമായിരുന്നു. കാക്ക എന്നുവെച്ചാൽ അവർക്ക് തീറ്റ കണ്ടോ 3 കുഞ്ഞുങ്ങളുമായിട്ട് അമ്മ. എൻ്റെ പേരിനെ കണ്ടില്ല. അവർ പുള്ളി സേവനം മതിയാക്കി മാറിയോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മനോഹരമായ വീടാണ് ഞാൻ കാണുന്നത്. വീടല്ല, ഒരു എന്തോ ഹോട്ടലോ ഒരു ബംഗ്ലാവ് ആണ് കാണുന്നത്. ഹോട്ടലാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ധാരാളം ഡക്കും പക്ഷികൾ, അതായത് നമ്മുടെ നദീജല പക്ഷികൾ ധാരാളം അവിടെ കയറിയിട്ടുണ്ട്. കാനഡ ഗൂസ്, അങ്ങനെ തന്നെ താറാവ് നമുക്ക് ഒറ്റ പദ്ധതി പറയാമെങ്കിലും താറാവിൻ്റെ തന്നെ വിവിധ വെറൈറ്റികൾ, വിവിധ പേരുകളിലുള്ള ആണ്. അത് നമുക്ക് അവിടെ നാട്ടിലൊക്കെ അത്ര കണ്ട് പരിചയമില്ല. അങ്ങനെ ഇവിടെ അത്ര വെറൈറ്റീസ് ധാരാളം ഇവിടെ എനിക്ക് കാണാൻ കഴിയും. ഇതൊക്കെ മിക്കവാറൊക്കെ ദേശാടന കിളികളായിരിക്കും. അവ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ ടിക് ടിക് എന്നടിക്കുന്നു.